പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത്. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെയാണ്. മറുപടി പറയാൻ വേണ്ടി മാത്രമാകരുത് മറ്റുള്ളവരെ കേൾക്കുന്നത്, മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാകണം. ദയയുള്ള വാക്കുകൾ ഹ്രസ്വവും സംസാരിക്കാൻ എളുപ്പവുമാണ്, പക്ഷേ അവയുടെ പ്രതിധ്വനികൾ യഥാർത്ഥത്തിൽ അനന്തമാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത്. ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. വെറും വാക്കുകൾ കൊണ്ട് ഒരു മാളിക കെട്ടുന്നതിനേക്കാളും ഉറച്ച വാക്കുകൾ കൊണ്ട് ഒരു കൂര കെട്ടുന്നതാണ് നല്ലത്. നീ ചെയ്ത ദ്രോഹവും നീ കൊടുത്ത മതിപ്പും നീ ചെയ്ത ദാനവും നീ ചെയ്തതിനേക്കാൾ ഭംഗിയായി ഒരു നാൾ നിനക്ക് തന്നെ തിരികെ ലഭിക്കും. ഓർമ്മയോടെ ജീവിക്കുക. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും. അറിവില്ലായ്മ അഹന്തയിലേക്ക് നയിക്കും. അഹന്ത സ്വാർത്ഥതയിലേക്കും, സ്വാർത്ഥത നിരാശയിലേക്കും, നിരാശ ദേഷ്യത്തിലേക്കും, ദേഷ്യം വെറുപ്പിലേക്കും, വെറുപ്പ് നാശത്തിലേക്കും നയിക്കും. ഒരു സ്ത്രീ നിങ്ങളുടെ സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവർ നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹവും പരിഗണനയും നൽകുന്നു എന്നത് ശ്രദ്ധിച്ചാൽ മതി.